രാത്രി ആരാധന പരമ്പരാഗതമായ കത്തോലിക്ക കുടുംബങ്ങൾ അനുഷ്ഠിച്ചു പോരുന്നൊരു ഭക്തകൃത്യമാണ് രാത്രി ആരാധന. നമ്മുടെ കർത്താവ് ഗെത്സേമൻ തോട്ടത്തിൽ രക്തം ഉയർത്ത് പ്രാർത്ഥിച്ചതിനെ അനുസ്മരിച്ചുകൊണ്ട് മുൻകാലങ്ങളിൽ പള്ളികളിലും സ്ഥാപനങ്ങളിലും കുടുംബങ്ങളിലും വ്യാഴാഴ്ച രാത്രി 11 മണി മുതൽ 12 മണി വരെ 1 മണിക്കൂർ സമയം ആരാധനയ്ക്കായി ചെലവഴിച്ചിരുന്നു. ആദ്യ വെള്ളിയാഴ്ചയോടനുബന്ധിച്ച് ഈ വിധം പ്രത്യേക ആരാധന നടത്തുക പതിവായിരുന്നു. വിശുദ്ധ മർഗരീത്ത മറിയത്തിന് നമ്മുടെ കർത്താവ് പ്രത്യക്ഷപ്പെട്ട് നൽകിയ ആഹ്വാനത്തിൽ പെസഹ വ്യാഴാഴ്ച രാത്രി ഗെത്സേമൻ തോട്ടത്തിൽ താൻ അനുഭവിച്ച മരണകരമായ മനോവ്യഥയെ അനുസ്മരിച്ച് എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി വെള്ളിയാഴ്ചകളുടെയും മധ്യേ രാത്രി 11 മുതൽ 12 വരെ 1 മണിക്കൂർ സമയം തൻ്റെ പീഡാസഹനത്തെക്കുറിച്ചുള്ള ധ്യാനത്തിനും പാപികളുടെ മാനസാന്തരത്തിനായുള്ള പ്രാർത്ഥനയ്ക്കുമായി ചെലവഴിക്കണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി. ഇതേ തുടർന്ന് ഒരു ഭക്തകൃത്യത്തിന് പ്രചാരം ലഭിച്ചു. ഇടവുകളിൽ 1 മണിക്കൂർ ആരാധന ആരംഭിക്കുവാനും അവസാനിപ്പിക്കുവാനുള്ള സമയം അറിയിക്കുവാൻ മണിയടിക്കാറുണ്ട്. ഇടവുകളിൽ എല്ലാ ദിവസവും നിശാരാധന ഉണ്ടായിരിക്കുവാൻ വേണ്ടി ഓരോ കുടുംബത്തിനും പ്രത്യേക തീയതി നിശ്ചയിച്ച് കൊടുക്കുകയും ആരാധന ഫലപ്രദമാക്കുവാൻ ഇടവകയെ വാർഡുകളായി തിരിച്ച് ആരാധനയ്ക്ക് നേതൃത്വം നൽകുന്നതിന് പ്രത്യേക വ്യക്തികളെ ഏർപ്പെടുത്തുകയും ചെയ്യാറുണ്ട്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും ഇപ്പോഴും എന്നേക്കും. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോ, അങ്ങ് ഞങ്ങളുടെ മധ്യേ സന്നിധിനായിരിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങേക്കെതിരായി ചെയ്തു പോയ പാപങ്ങളെ ഓർത്ത് ഞങ്ങൾ മനസ്തപിക്കുന്നു. അവയ്ക്ക് ഞങ്ങൾ മാപ്പപേക്ഷിക്കുന്നു. മേലിൽ പാപം ചെയ്യുകയില്ലെന്ന് ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഇപ്പോൾ ഞങ്ങൾ ആരംഭിക്കുന്ന ആരാധന അങ്ങയുടെ മഹത്വത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും പാപികളുടെ മാനസാന്തരത്തിനും കുടുംബങ്ങളുടെ വിശദീകരണത്തിനും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചെയ്യപ്പെടുന്ന വിശിഷ്യ നിശാവേളയിൽ ചെയ്യപ്പെടുന്ന എണ്ണമറ്റ ദ്രോഹകൃത്യങ്ങളുടെ പരിഹാരത്തിനും സമർപ്പിതരാത്മാക്കളുടെ വിശദീകരണത്തിനുമായി ഞങ്ങൾ സമർപ്പിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.